ഹലോ, നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കോളിഗേറ്റീവ് പറയുന്നു ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. എന്താണ് പറയുന്നത്? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റ ടി എഫ്. നമ്മൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് പഠിച്ച പോലെ ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് പഠിക്കുന്നത്. ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു സോളിഡ്. അവിടെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കണം? സോളിഡിന് തുല്യമായിരിക്കണം. അതിന് പറയുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കണം? സോളിഡ്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഡെൽറ്റ ടി. നിങ്ങൾ ഗ്രാഫിൽ നോക്കി, നേരത്തെ പോലെ തന്നെ രണ്ട് കമ്പോണന്റ് ഉണ്ട്. അവിടെ ടി ബിയും ടി സീറോ ബി ആണെങ്കിൽ ഇവിടെ എന്താണ്? ടി എഫും ടി സീറോ എഫും ആണ് അല്ലെ. ഇവിടെ എന്താണ്? ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എന്താ? ടി സീറോ എഫ് മൈനസ് ടി ബി. ടി സീറോ എഫിന് പറയുന്ന പേര് എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുർ സോൾവെന്റ്. ടി എഫിന് പറയുന്ന പേര് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുർ സൊല്യൂഷൻ അല്ലെ. അപ്പൊ രണ്ട് കാര്യങ്ങളാണുള്ളത്, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റും ഒന്ന് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ടി സീറോ എഫ് മൈനസ് ടി എഫ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരണമെന്നില്ല. ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ കൃത്യമായിട്ടും ആലോചിച്ച് വെക്കണം. ഈ ഇക്വേഷൻ ആലോചിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെൽറ്റ ടി എഫ് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഇവിടെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്സ് ഓക്കെ ഡെൽറ്റ ടി എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. നേരത്തെ ശ്രദ്ധിച്ചവർക്ക് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഡെൽറ്റ ടി എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? മൊളാലിറ്റി. ഓക്കെ, നമുക്കിവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടേ? അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ടേം ദാറ്റ് ഈസ് കെ എഫ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേം ആണ്. കെ എഫിന് വിളിക്കുന്ന പേര് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കെ ബി പറഞ്ഞത് ഓർമ്മയുണ്ടോ? കെ ബി പറഞ്ഞതുപോലെ ഇവിടെ കെ എഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. കെ എഫിന് പറയുന്ന പേരാണ് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പൊ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എന്താ? കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയില്ലേ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇപ്പൊ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എന്താ? ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ്സ് ഡിവൈഡഡ് ബൈ എന്താ? എം ബി ഇൻറ്റു ആരാ? ഡബ്ല്യു എ. ഓക്കെ, സംശയമില്ലല്ലോ. നേരത്തേതിലും ഇതിലും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം. അവിടെ ഡെൽറ്റ ടി ബി ആയിരുന്നു, ഇവിടെ എന്ത് വരുന്നു? ഡെൽറ്റ ടി എഫ്. അവിടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കണം, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്താണ് ഡെൽറ്റ ടി ബി സമം ടി ബി മൈനസ് ടി സീറോ ബി ആയെങ്കിൽ ഇവിടെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്താണ് ടി സീറോ എഫ് മൈനസ് ടി എഫ് ആയത്. ഓർത്ത് വയ്ക്കുക, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനുള്ള കോൺസ്റ്റന്റ് ടേം ആണ് കെ എഫ്. കെ എഫിന് വിളിക്കുന്ന പേര് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എമ്മിന്റെ വാല്യൂ നമുക്കറിയാം. മൊളാലിറ്റി എന്താ? ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു. ഇവിടെയും നമുക്ക് ഏത് വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ. അപ്പൊ എങ്ങനെ വരാം? കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ആരാ? ഡെൽറ്റ ടി എഫ് ഇൻറ്റു ആരാ? ഡബ്ല്യു എ. ഇതൊരു പെട്ടിക്കകത്താക്കി വെക്കുക. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമാണ്. അപ്പൊ മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നന്നായിട്ട് പഠിക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. സെക്കൻഡ് വൺ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്. തേർഡ് വൺ ഏതാ? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്.
ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡെൽറ്റ ടി എഫ്. ആർക്ക് സംശയം? അവിടെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ എന്താണെന്ന് പറയണം. എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ഗ്രാഫ് വരച്ചിട്ടുണ്ട്, അതിനകത്ത് പറയാം. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? സോളിഡിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ രണ്ട് കമ്പോണന്റ് ഉണ്ട്, ടി എഫും T0F അല്ലെ. ടി എഫ് മീൻസ് എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സൊല്യൂഷൻ. അതുപോലെ T0F എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഇവിടെ ആ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്താണ് ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എന്ന് വന്നത് T0F മൈനസ് ടി എഫ് എന്ന് വന്നത്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കുക. ഡെൽറ്റ ടി എഫ് സമം എന്താണ്? T0F മൈനസ് ടി എഫ്. നമ്മൾ ഡെൽറ്റ ടി വി പറഞ്ഞതുപോലെ തന്നെ. അതിനുശേഷം എന്താണ് പറയുന്നത്? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? മൊളാലിറ്റി ആണ്. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനുള്ള ഒരു കോൺസ്റ്റന്റ് ടേം ആണ് KF. KF പറയുന്ന പേര് മോളാൽ എന്താ? ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എന്താ പറയുന്ന പേര്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ KF ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. അവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ? MB യുടെ വാല്യൂ ആണ്. MB ഈക്വൽ ടു എന്താ? KF ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF ഇൻറ്റു WA. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നമുക്ക് നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് പറയുന്ന പേര് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ്. അതിന് ഗ്രാഫൊന്നുമില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ മൂന്ന് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നിങ്ങൾ നന്നായിട്ട് നോക്കിയുള്ള മൂന്നിന്റെയും ഇക്വേഷൻസ് കൊണ്ടുവന്നത് MB യുടെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. മൂന്ന് ഇക്വേഷൻ നോക്കുക. ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദിച്ചാൽ an extra pressure applied on a solution side. ഒരു എക്സ്ട്രാ പ്രഷർ സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ that just prevent the flow of a solvent to solution through a എന്ത് ചെയ്യുന്നു? ആ സൊല്യൂഷന്റെ ഫ്ലോയെ പ്രിവെന്റ് ചെയ്യുന്നു അല്ലെ. that just prevent the flow of a solvent to solution through a semi permeable membranes are called osmotic. സെമി പെർമബിൾ എന്ന് പറഞ്ഞാൽ സോൾവെന്റിൽ കൂടി കടന്നു പോവുകയും സൊല്യൂട്ടിൽ കൂടി കടന്നു പോകാതിരിക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. അപ്പൊ സംശയം വരരുത്. എന്താണ് സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് ചോദിച്ചാൽ എന്താണ്? സോൾവെന്റിൽ കൂടി കടന്നു പോകുന്നു, ആരിൽ കൂടി കടക്കുന്നില്ല? സൊല്യൂട്ടിൽ കൂടി കടക്കുന്നില്ല. അതിന് പറയുന്ന പേരാണ് സെമി പെർമബിൾ മെമ്പറൈൻ. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നിങ്ങൾ പഠിക്കുക. പൈ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷറിനെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദിച്ചാൽ an extra pressure applied on a solution side. ഒരു എക്സ്ട്രാ പ്രഷർ സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ that just stop. അവിടെ സ്റ്റോപ്പ് ആകുന്നു. എന്താ സ്റ്റോപ്പ് ആകുന്നത്? ഫ്ലോ ഓഫ് എ സോൾവെന്റ് ടു സൊല്യൂഷൻ. എവിടെ നിന്നിട്ടുള്ള ഫ്ലോ ആണ്? സോൾവെന്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമബിൾ മെമ്പറൈൻസ് ആർ കാൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഒരിക്കൽ കൂടെ പറയാം, എക്സാമിന് ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് പൈ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദിച്ചാൽ ആ ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുന്നതിന് മുമ്പ് ഒരു വേർഡ് അറിയണം, സെമി പെർമബിൾ മെമ്പറൈൻ. എന്താണ് സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് ചോദിച്ചാൽ സോൾവെന്റിൽ കൂടി കടന്നു പോവുകയും സൊല്യൂട്ടിൽ കൂടി കടന്നു പോകാതിരിക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ആൻ എക്സ്ട്രാ പ്രഷർ, മറക്കരുത്, ആൻ എക്സ്ട്രാ പ്രഷർ അപ്ലൈഡ് ഓൺ എ സൊല്യൂഷൻ സൈഡ്. എവിടെയാണ് അപ്ലൈ ചെയ്തത്? സൊല്യൂഷന്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് the flow of a solvent to solution through a semi-permeable membranes are called osmotic pressure. Okay, സംശയമില്ലല്ലോ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? പൈ. ഇതിനകത്ത് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വാൻ ഹോഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. പൈ സമം CRT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഏതാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്? പൈ സമം CRT. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതില് പൈ നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ. C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, R മീൻസ് ഗ്യാസ് കോൺസ്റ്റന്റ്, T മീൻസ് ടെമ്പറേച്ചർ. ഈ കോൺസെൻട്രേഷൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, C ഈക്വൽ ടു NB/V. കോൺസെൻട്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? C ഈക്വൽ ടു എന്താണ്? NB/V.
നമുക്കറിയാം എൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, WB/MB. സംശയമില്ലല്ലോ. അപ്പൊ കോൺസെൻട്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുക. കോൺസെൻട്രേഷൻ ഈക്വൽ ടു എന്താ, NB ഡിവൈഡഡ് ബൈ V ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ സമം സിക്ക് പകരം എന്ത് കൊടുക്കാം നമുക്ക്, NB/V ഇൻറ്റു ആരാ RT. ഓക്കെ, NB യുടെ വാല്യൂ നമുക്കറിയാലോ. NB യുടെ വാല്യൂ എന്താ, NB സമം എന്താ, WB/MB/V ഇൻറ്റു RT. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ NB യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പൈ ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB/V ഇൻറ്റു RT. ഓക്കെ, നമുക്കിവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള MB. ഓക്കെ, MB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, WB ഇൻറ്റു RT ഡിവൈഡഡ് ബൈ എന്താണ് കിട്ടിയത്, പൈ. ഓക്കെ, അപ്പൊ MB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, MB ഈക്വൽ ടു എന്താണ്, WB ഇൻറ്റു RT ഡിവൈഡഡ് ബൈ എന്താണ്, പൈ V. ഇതാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഓസ്മോട്ടിക് പ്രഷറിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്, പൈ. ഓക്കെ, അവിടെ ഒരു ടേമിന്റെ പേര് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, സെമി പെർമബിൾ മെമ്പറൈൻ. എന്താണ് സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോൾവെന്റിൽ കൂടി കടന്നു പോവുകയും സൊല്യൂട്ടിൽ കൂടി കടന്നു പോകാതിരിക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെമി പെർമബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് നോക്കുക. an extra pressure applied on a solution side that just stop, എന്താണ് സ്റ്റോപ്പ് ആവുന്ന, ഫ്ലോ ഓഫ് എ സോൾവെന്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമബിൾ മെമ്പറൈൻസ് ആർ കാൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഒരിക്കൽ കൂടെ പറയാം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ, അവിടെ സെമി പെർമബിൾ മെമ്പറൈൻ മറക്കരുത്. നിങ്ങൾ ചിലർക്ക് കേൾക്കുന്ന ഒരു പുതിയൊരു വേർഡ് ആയിരിക്കും. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ, an extra pressure applied on a solution side that just stop the flow of a solvent to solution through a semi permeable membranes are called osmotic pressure. denote ചെയ്യുന്ന ലെറ്റർ പൈ ആണ്. ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വാൻ ഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പൊ പൈ സമം CRT എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. പൈ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്നു. C മീൻസ് കോൺസെൻട്രേഷൻ, R മീൻസ് ഗ്യാസ് കോൺസ്റ്റന്റ്, T മീൻസ് ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ. ഇതിൽ സിയുടെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. C ഈക്വൽ ടു എന്താ, NB ഡിവൈഡഡ് ബൈ V. എന്താണ് C ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ V. NB എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ല. NB ഈക്വൽ ടു എന്താ, WB/MB അല്ലേ. അപ്പൊ നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുക. പൈ ഈക്വൽ ടു NB/V ഇൻറ്റു RT. NBക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, WB/MB/V. താഴെ ഒരു V ഉണ്ടല്ലോ, ഇൻറ്റു RT. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, MB കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, WB ഇൻറ്റു RT ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, ക്ലിയർ. അപ്പൊ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞു. 4ന്റെയും MB വാല്യൂ കണ്ടുപിടിക്കുന്നത് പഠിച്ചു വയ്ക്കുക. 4നും പ്രോബ്ലം ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ 4എണ്ണത്തിന്റെയും പ്രോബ്ലം പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നോക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, depression in freezing point, and last one osmotic pressure. Okay, clear. Okay, thank you.